നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഫോൺ ഓഫായി കിടക്കുക. എന്നാ നീയെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കുകയോ പറയോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അതില്ല ഇവന്. അതാണ് കുഴപ്പം. ഓ, അതായിരുന്നു. അതാണെന്നോ? അതെന്താ നിസ്സാരമാണോ? ഞാനിപ്പോ തന്നെ വിളിച്ചു ചോദിക്കാം. ഒരു മിനിറ്റ്. പ്രസാദേട്ടാ, ഫോൺ. ഹലോ. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു വെച്ച. പുറപ്പെട്ടു. അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. അതെ, റാംജി റാവു തമാശയല്ല കേട്ടോ. മൂത്ത മകനെ കാണാനിട്ട് അച്ഛൻ ഇവിടെ പതുക്കെ ഉഗ്രരൂപിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വേഗം വന്നാ നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ചിലരുടെ ചോര ചിതറുന്നുള്ള കാര്യം ഉറപ്പാ. റെഡിയായി കഴിഞ്ഞടാ. പക്ഷെ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ചെറിയൊരു മീറ്റിംഗാ. അത് കഴിയുമ്പോൾ ഞങ്ങൾ എത്തും. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്ക് വലിയ കേട്ടോ. കാര്യം എന്തൊക്കെയായാലും അച്ഛന് ഞങ്ങളെ കാണുന്നതിനും കാട്ടി തൃപ്തി പ്രസാദേട്ടനെ കാണുന്നത്. ആര് പറഞ്ഞു അത്? എനിക്കെന്റെ മക്കളെല്ലാം ഒരുപോലെയാ. നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ ഹരി. ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, അച്ഛനത് വലുതാക്കും. എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ വലിയടാ ചെയ്യാൻ പറ്റൂ. മതി വെച്ചേക്ക്. ഞാൻ വിളിക്കാം, നീ ഫോൺ വെച്ചോ. എന്താ ഹരി വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറയുക. ആ, എന്തായി? എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അതോടി കഴിഞ്ഞേ പുന്നാരമ്മ വരൂന്ന്. അച്ഛാ, അയ്യോ അച്ഛാ, ഓടി വരണേ. എന്താ മോളെ? എന്താ? അച്ഛാ, നമ്മുടെ അച്ചൂട്ടൻ. ആ, പറ. അച്ചൂട്ടൻ ബോധം കെട്ടി വീണ് കിടക്കുന്നു. അയ്യോ, മോനെ, അച്ചു, അച്ചൂട്ടാ, മോനെ, മോനെ, എണീക്ക്. മോനെ, എന്ത് പറ്റി? മോനെ, അച്ചൂട്ടാ, മോനെ, കണ്ണു തുറക്കടാ. മോനെ, അച്ചൂട്ടാ, മോനെ, മോനെ, കണ്ണു തുറക്കടാ. അച്ചു, മോനെ, എണീക്കടാ. മോനെ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ. എന്താ രുക്മിണി? എന്താ പറ്റിയത്? മരത്തിന്ന് മറ്റോ വീണതാണോ? അല്ല, ഇവര് മുറ്റത്ത് നിൽക്കായിരുന്നു. നിലവിളി കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്നേ. കാര്യം എന്തെന്ന് ആരെങ്കിലും തെളിച്ചു പറ. അച്ചു പുഷ്പചേട്ടനും കൂടി പഞ്ചഗുസ്തി പിടിക്കുകയായിരുന്നു. എന്റെ കയ്യേലത്തിന് ബലം കൂടി വന്നപ്പോഴാ ഞാൻ നോക്കിയത്. ജയിച്ചു എന്ന് പറയുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. ആ, എല്ലാരും ഒന്ന് മാറി നിന്നേ. കുട്ടിക്ക് നല്ലോണം ശ്വാസം കിട്ടട്ടെ. അല്ല, കുട്ടി എന്താ കഴിച്ചത്? രാവിലെ തൊടിയിലും പറമ്പിലും ഒക്കെ ഓട്ടവും ചാട്ടമായിരുന്നു. മാങ്ങയും ചക്കയും ജാമ്പക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പേരക്കമ്പ് വഴി പാഞ്ഞു കയറി പേരക്ക പറിച്ചു തിന്നുന്നത് കണ്ടു. ആ, അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നി. ആ, എന്തായാലും കുട്ടിയെ എടുത്ത് അകത്തേക്ക് കയറ്റി കിടത്തു. ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ അച്ഛാ? അതിനു മാത്രം ഒന്നും ഇല്ല മോളെ. ഇളം വെയിലടിച്ച് തളർന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ക്രമം തെറ്റിയ ആഹാരവും. ഇതത്ര കാര്യാക്കാനൊന്നുമില്ല. ഞാൻ ചെന്ന് ഗോപാലൻ വൈദ്യരെ ഒന്ന് കണ്ടിട്ട് വരാം. കാറ്റും വെളിച്ചവും കിട്ടുന്ന മട്ടില് കുഞ്ഞിനെ കിടത്തിയാ മതി. ആ, രുക്മിണി, ഞാൻ പോയിട്ട് വരാം. കുട്ടി തളർച്ച മാറി കണ്ണു തുറക്കുകയാണെങ്കിൽ ഇത്തിരി ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളം കൊടുത്തേക്ക്. ഹരി, പിടിക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഏയ്, ഒരിക്കലുമില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞ അച്ചട്ടാ, വേറെ കുഴപ്പമൊന്നും വരില്ലെന്നേ. വാ, അകത്തുണ്ടേ കിടത്താം. പുതിയ കാലത്തിന്റെ കൗശലങ്ങൾ നിങ്ങൾക്കിപ്പോഴും അറിയില്ല.
കള്ളന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്നറിയാമോ? അത് പോലീസുകാര് തന്നെ. ശത്രു മാത്രമല്ല, മിത്രങ്ങളും അങ്ങനെ തന്നെ. ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിച്ചു പറ. നിങ്ങൾ പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് ചെയ്തിട്ട് വരാൻ ഒന്നാം തരം ടീമുകളുണ്ട് എന്റെ പക്കൽ. രണ്ടണയ്ക്കോ 3 ചക്രത്തിനോ പണിയെടുക്കുന്ന ലോക്കൽ റൗഡികളോ ദാതകളോ ഗുണ്ടകളോ അല്ല അവർ. കാക്കിയിട്ട നല്ല ഉശിരൻ പോലീസുകാർ. തെളിച്ചു പറഞ്ഞാൽ പണത്തിനു വേണ്ടി കാക്കിയെ മറയാക്കി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒന്നാം തരം ക്രിമിനലുകൾ എന്നർത്ഥം. പോലീസുകാരോ? അതെ. പക്ഷേ പലരും സസ്പെൻഷനിലിരിക്കുന്നവരാ. സർവീസിൽ ഉടായ്പ കാണിച്ചിട്ട് അധികാരവും ക്രിമിനൽ ബുദ്ധിയും ഒത്തുചേർന്നാൽ എന്താ സംഭവിക്കാന്നറിയാലോ? പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകളയും അവർ. അങ്ങനത്തെ ബാച്ചാണ്. എന്നാ കാണട്ടെ. ദാ, ഇവനാണ് ആ ടീമിന്റെ നേതാവ്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, പഴയ ഒരു പുലിയായിരുന്നു. പേര് ഹൈദരലി ഹുസൈൻ എന്നാ. എവിടെ ഉണ്ടവരിപ്പോ? വിളിക്ക, ഇപ്പൊ തന്നെ. ഞാൻ വിളിച്ചാ പറന്നു വരും. പൂ പോലെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അവരുടെ മിനിറ്റുകൾ പോലും വിലപിടിപ്പുള്ളതാണ്. കോർപ്പറേറ്റ് ക്രൈമിന്റെ കൊട്ടേഷനാണ് സാധാരണ എടുക്കുക. പറ, പണം എത്ര വേണം? എത്ര കൊടുക്കണം ഞാൻ? ഇക്കാര്യത്തിൽ വിലപേശലുകളില്ല. ഒറ്റ എമൗണ്ടാണ്, 25 lakhs ഓൺലി. 25 ലക്ഷം രൂപയോ? പറഞ്ഞല്ലോ, നോ ബാർഗൈനിങ്. ആളിന്റെ സ്ഥലം, ഒരു ഫോട്ടോ, ഇത്ര മതി ഹൈദറിന്. ബാക്കി അയാൾ പോലീസ് ഡോഗിനെ പോലെ മണത്ത് കണ്ടുപിടിച്ച് വേട്ടയാടിക്കൊള്ളും. സമ്മതമാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം വിളിക്കാം. എന്തു പറയുന്നു? Agreed. But on one condition. ആദ്യം രാധെ, അവളെ മാത്രമല്ല അവനെയും പൊക്കണം. അവളുടെ ആ രക്ഷകനെ. എന്താ നടക്കോ? നടക്കും. എന്റെ വാക്ക്. കാശെടുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.